ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ തൃശ്ശൂരിൻ്റെ മുന്ന ഗോപിയണ്ണൻ വീണ്ടും രംഗത്തിറങ്ങി അല്ലേ. സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടിയിൽ നമ്മുടെ ഈ മുന്ന അണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, എയിംസ് കേരളത്തിൽ വരും. അതൊരു മറ്റേ മോനും മറ്റേ കമ്മീഷണർ സിനിമയിലെ ഡയലോഗാണ് ആശാൻ ഓർമ്മ വന്നത്. എന്താണെങ്കിലും ഈ ഒരു പരിപാടിയിൽ കുറച്ച് സിനിമാ സ്റ്റൈൽ ഡയലോഗൊക്കെ ആശാൻ അങ്ങോട്ട് ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഒരു മറുപടി നിങ്ങൾ കേൾക്കാതെ പോകരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗണേഷ് കുമാറിന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് നിൽക്കുകയാണ്. ഒരാൾ CPM-ന്റെ ഭാഗവും ഒരാൾ ഇവിടുത്തെ ജനങ്ങൾ വെറുക്കപ്പെടുന്ന രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം. ഈ സുരേഷ് ഗോപി ചേട്ടനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കേട്ടോ. നമുക്കെന്തായാലും 2-3 വീഡിയോകൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ നമ്മുടെ മുന്ന ഗോപി അണ്ണൻ എന്താ എന്ന് പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഗണേഷ് കുമാർ കൊടുക്കുന്ന ആ മറുപടിയും കൊണ്ടൊന്ന് കാണാം. അവസാനത്തെ വീഡിയോ മാസാണ്, കാണാതെ പോകരുത്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. വരും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം, ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല. നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കിയെടുക്കേണ്ടതെന്ന് മാത്രം നിങ്ങൾ ബോധിപ്പിക്കുകയാണ്. അത് നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ വ്യക്തമാക്കിയെങ്കിലും അതിലൊരു ശക്തിക്കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചെയർപേഴ്സൺ പോയ ശ്രീ ബാബുവിന് അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. പക്ഷെ ഇത് തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പേടിക്കണ്ട. 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ഇപ്പോ അവരുടെ ഒരു അവിഹിത അവിശുദ്ധ നിഗൂഢ ഒത്തുചേരലുണ്ടല്ലോ, ഇതിനവർക്ക് നല്ല തലക്കടി കൊടുത്തോളൂ. ഉറപ്പാണ്. അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. കേട്ടല്ലോ അല്ലേ, സിനിമാ സ്റ്റൈൽ മറ്റേ മോൻ. വിവരം എന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോയിട്ടില്ല. കാരണം ഈ ചാണകത്തിൽ എന്ന് ചവിട്ടി അന്ന് ഇവരുടെയൊക്കെ ഫിലമെന്റ് അടിച്ചു പോയതാ. സത്യത്തിൽ ഇത്രയും അധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു നടൻ, അല്ലെങ്കിൽ അതിലുപരി വലിയ ജീവകാരുണ്യ പ്രവർത്തനം, കേരളത്തിന്റെ നന്മമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്നായിരുന്നല്ലോ. ഇയാൾ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങൾ മൊത്തം ഈ ചാണകത്തിൽ ചവിട്ടി ഒരു MP സ്ഥാനം കിട്ടി, പിന്നെ അവിടുന്ന് ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇയാളുടെ കിളിയങ്ങ് പറന്നുപോയി എന്നുള്ളതാണ്. ഒരു പൊതുപരിപാടിയിൽ സാംസ്കാരിക കേരളത്തിൽ നിന്നുകൊണ്ട് സാംസ്കാരിക ശൂന്യമായി സംസാരിക്കുന്ന ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ നമ്മളിനി എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? എന്തായാലും ഇവർക്കൊക്കെ മറുപടി കൊടുക്കാനുണ്ടല്ലോ. നമ്മുടെ ഗണേഷ് കുമാറൊക്കെ തന്നെയാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. അവൻ്റെ തെങ്കാശിയിലായാലും മതി എന്നായി. അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ. താൻ വലിയ ആവശ്യമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടുന്നൊക്കെ അങ്ങ് പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോൾ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും വാഗ്ദാനം കൊടുക്കുക, പ്രകടന പത്രിക. പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു. 1-ാം പിണറായി സർക്കാരിൻ്റെയും 2-ാം പിണറായി സർക്കാരിൻ്റെയും പ്രകടന പത്രിക മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇറക്കിയ പുസ്തകത്തിൽ 99%, 100% കാര്യങ്ങളും സാധിച്ചത് ഈ 2 പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കാം. 1-ാം പിണറായി സർക്കാരിനെ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രിക, 2-ാം പിണറായി സർക്കാരിന് ഇടയ്ക്കിയ പ്രകടന പത്രിക, ഇപ്പം നിലവിലുള്ളത്. അതിൽ 98% കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത 2 പ്രകടന പത്രികയെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കോമഡിയല്ലേ നമ്മളെ സംബന്ധിച്ച്. ഇലക്ഷൻ വന്നാൽ പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാത്ത കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുളു അടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കിയ ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ സാധനത്തിന് ഇരുത്തിക്കൊണ്ട് നമ്മുടെ സഖാവ് കൊടുക്കുന്ന ആ ഒരു മാസ് ഡയലോഗില്ലേ, അതും കൂടെ ഒന്ന് കേട്ടു. ഓരോ കാലത്തും ഏറ്റവും മികച്ച ചില കലാകാരന്മാർക്ക് പോലും
അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നില്ല. തൃശ്ശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു. കഥകളി ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി. തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു. കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായി കാണുക, അതാണ് വേണ്ടത്. കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക. കൈയടിക്കേണ്ടത് പൊളിച്ചില്ലേ? അതായത് ഈ ഉന്നത കുല ജാതനുണ്ടല്ലോ, അവിടെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഒരു കലാകാരനാണല്ലോ കൃത്യമായിട്ട് നല്ല ശൈലിയിൽ, അത് പിണറായി സഖാവിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിൽ അടിച്ചങ്ങോട്ട് അണ്ണാക്കിലേക്ക് നൈസായിട്ട് കയറ്റി കൊടുക്കുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഉന്നത കുലയും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു സാധനം ഇനി നമ്മൾ എന്താ പറയണ്ടത്, കേരളത്തിലെ നമ്പർ 1 കോമാളിയായിട്ട് ഇദ്ദേഹം മാറി എന്നുള്ളതാണ്. പല കാര്യത്തിലും നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ പോലും എന്തൊക്കെ നാടകങ്ങളാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ നാടകങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം ഇപ്പം ഈ തലയിൽ ഉദിക്കാറുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചാണകം തലയ്ക്കകത്തായി പോയി എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് വേറെ കാണാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ അധികാരം എന്ന് പറയുന്നത് അതൊരു ലഹരിയാണല്ലോ. അപ്പോൾ ആ അധികാരം എവിടുന്ന് കിട്ടുന്നോ അവിടെ അവരുടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം കുടുംബസമേതം 10 ടൺ അരിയാണ് ഏതോ ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ വിശ്വഗുരുവായിട്ടുള്ള നരേന്ദ്രമോദിജിക്ക് വേണ്ടി ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു നന്മ മരവും കൂടിയാണല്ലോ. അപ്പം ചില സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കിളി പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്കും ലഗാനും ഇല്ല, ഒരു ബ്രേക്കും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് മൊത്തം മണ്ടത്തരങ്ങളായിരിക്കും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരുപാട് എന്താ പറയുക ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാസ് മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗണേഷ് കുമാറും കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.